കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ക്രിസ്മസ് സ്പെഷ്യൽ ബീഫ് വരട്ടിയതിൻ്റെ ബീഫ് ഫ്രൈ ആണ്. ഇത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കല്യാണ വേളയിൽ ഇതൊരു വിഭവമാണ്, ബീഫ് വരട്ടിയത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഇത് എങ്ങനെ തയ്യാറാക്കുന്ന വിധം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 3/4 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വിനാഗിരി ഉപ്പ് ഇട്ട് 3 വട്ടം നന്നായി കഴുകിയതിന് ശേഷം സ്റ്റേനറിൽ വെച്ചിരിക്കുകയാണിത്. ഇത് ഞാനൊരു മീഡിയം സൈസ് രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ചെറുതായിട്ട് നിങ്ങൾ കട്ട് ചെയ്തേക്കരുത്. പിന്നെ വേണ്ടത് ചുവന്നുള്ളിയാണ്. ഇത് 15 മുതൽ 20 വരെയുള്ള ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചുവന്നുള്ളി എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബീഫ് റോസ്റ്റിന് ടേസ്റ്റ്. സവോള നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബീഫ് റോസ്റ്റിന് ഒരു മധുരം ഉണ്ടാകും. അതുകൊണ്ട് കഴിവതും ചുവന്നുള്ളി എടുക്കാനായിട്ട് കൂടുതലും ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ എരിവുള്ള 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത്. തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ബീഫ് റോസ്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇഷ്ടമുള്ള അത്രയും എടുത്താൽ അത്രയും നല്ലതാണ്. കാരണം ഒരു തേങ്ങാക്കൊത്തും ഒരു ബീഫും കഴിക്കുന്നതാണ് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. പണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പ്രായമുള്ളവർ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു സവോളയാണ്. ഇത് നമ്മൾ അവസാനം റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ നൈസായിട്ട് കട്ട് ചെയ്യണം. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6 വെളുത്തുള്ളിയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് രുചികരമായ ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. എണ്ണ ചൂടായിട്ട് നമുക്ക് ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കും. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഇടുക. ബീഫ് റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. തേങ്ങാക്കൊത്തിടാം. ഇതിലോട്ട് ഞാൻ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മൊത്തം കറിവേപ്പില ഇട്ടിട്ടില്ല. അവസാനം റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ചേർക്കണം. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതി കറിവേപ്പില എടുത്തിട്ടുള്ളൂ. ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഇട്ട സമയത്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് എൻ്റെ ക്യാമറ ഓഫായിപ്പോയി, സോറി. ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ക്യാമറ ഓഫായിപ്പോയി ഇവരറിഞ്ഞത്. ചുവന്നുള്ളി നന്നായിട്ട് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. തീ വളരെ ലോ ഫ്ലെയിമിലാക്കുക. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുകയാണ്. ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാരണം ഞാൻ 4 പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. 2 ടീസ്പൂണോളം ഞാൻ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ്. ഞാനൊരു 1/2 ടീസ്പൂണോളം മീറ്റ് മസാല ചേർക്കുകയാണ്. നമുക്കിത് നന്നായിട്ട് മൂപ്പിക്കാം. മസാല നന്നായിട്ട് മൂക്കണം. വളരെ തീ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ വളരെ തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതൊക്കെ ചെയ്യാവുള്ളൂ. നല്ല മണം വരുന്നുണ്ട് മസാല മൂക്കുന്നതിൻ്റെ. കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി ഇട്ടിട്ട് വരട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പൊടിയുടെ സമയത്ത് ചേർക്കാതിരുന്നത്. ഇതൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ആദ്യം ഇപ്പം ചേർക്കുന്നു. ബാക്കി നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഈ ബീഫിലേക്ക് മസാല നന്നായിട്ട് യോജിപ്പിക്കണം. ഇപ്പം മസാല ബീഫിലോട്ട് യോജിച്ചിട്ടുണ്ട്. കുക്കറിലോട്ടാണ് ബീഫ് നമുക്ക് വേവിക്കണം. ഞാനൊരു ഹൈ ഫ്ലെയിമിൽ ഒരു ഫിസിലും അതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റിന് ശേഷം എൻ്റെ ബീഫ് വേവും. നിങ്ങളുടെ കയ്യിരിക്കുന്ന ബീഫിൻ്റെ ബീഫ് അനുസരിച്ച് വേവിക്കുക. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ ഫിസിലൊക്കെ പോയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഒട്ടും ബീഫ് വെള്ളം ചേർക്കാതെയാണ് ഞാൻ കുക്കറിൽ വേവിച്ചത്. എന്നിട്ട് നമ്മൾ ഇത്രയും വെള്ളം ഉണ്ട്. ബീഫ് വെന്തോ നോക്കാം. ഈ ബീഫ് ഞാൻ പറ്റിക്കാൻ പോവാണ്. ഈ വെള്ളം
അപ്പം ഇത് ഒന്നിച്ച് ഇത് പറ്റിക്കാൻ നോക്കിയാൽ ഓൾറെഡി ബീഫ് വെന്തിട്ടുണ്ട്, പിന്നെ ഇരുന്നങ്ങ് ഒത്തിരി കൂടെ വെന്ത് പൊടിഞ്ഞു പോകും. അപ്പം നമുക്ക് ആദ്യം ഒരു പാത്രത്തിലോട്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പം മസാല വഴറ്റിയ അതേ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് ഈ വെള്ളം ഇപ്പം ഇതിൻ്റെ നെയ്യും ഒക്കെ ഇതിനകത്തോട്ടുണ്ട്. അപ്പം ഇതൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഈ ബീഫ് ഇട്ടൊന്ന് ചെയ്യുമ്പം ആ ബീഫ് ഈ നെയ്യിലിട്ട് ഒന്ന് വഴട്ടുമ്പം കുറച്ചും നല്ല ടേസ്റ്റാണ്. ഇത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ ബീഫ് പൊടിഞ്ഞു പോകും. അപ്പം ഞാൻ തീ ഒരു ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ്. അതുപോലെ കട്ടിയുള്ള പാത്രത്തിൽ ഇരുമ്പ് ചീനച്ചട്ടിയിലോ ഉരുളിയിലോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വളരെ ടേസ്റ്റാണ് ബീഫ് റോസ്റ്റ് ചെയ്യുമ്പോൾ. ഇത്രയും തന്നെ വേണമെങ്കിൽ ചാറായിട്ട് നമ്മുടെ കപ്പയുടെ കൂടെ ഒക്കെ കൂട്ടാൻ വളരെ നല്ലതാണ്. കട്ടിയുള്ള പാത്രം വെക്കുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. ഇപ്പം നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് അത്ര വലിയ കുഴപ്പമില്ല. അടുക്കി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഈ തീ വളരെ ലോ ഫ്ലെയിമിൽ ഇടുക. ഞാൻ ഇതിലോട്ട് ഒരു സവോള ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പിലയൊക്കെ വളരെ നല്ല ഫ്ലേവർ കിട്ടുന്നതാണ് ബീഫ് റോസ്റ്റിന്. കുറച്ച് കുരുമുളക് പൊടി ചേർക്കുകയാണ്. കാരണം ബീഫ് റോസ്റ്റിന് കുരുമുളക് പൊടി കുറച്ച് മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. 1/2 ടീസ്പൂണൂടെ ഞാൻ ചേർക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട്. ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും ക്രിസ്ത്യൻസിന് ഒഴിവാക്കാൻ പറ്റാത്തതാണ് ബീഫ് റോസ്റ്റ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ വളരെ നല്ല അപ്പത്തിൻ്റെ കൂടെയൊക്കെ വളരെ നല്ല ടേസ്റ്റാണ് ബീഫ് റോസ്റ്റ്. അപ്പം ഞാനൊരു അരമണിക്കൂറായി. ഇനി ഒരു 15 മിനിറ്റും കൂടെ ഇങ്ങനെ വെക്കണം. അപ്പോഴത്തേക്ക് ഇത് എത്രയും റോസ്റ്റ് ആവുമോ അത്രയും നല്ല ടേസ്റ്റാണ്. തീ വളരെ ലോ ഫ്ലെയിമിൽ ഇടുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടാതെ അടിയിലൊക്കെ കയറി പിടിക്കും. പതുക്കെ ലോ ഫ്ലെയിമിൽ ഇട്ട് ഇതായി വരുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ചില സമയം എടുക്കും, എന്നാലും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിക്കുമ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ വളരെ നല്ല ഒരു രുചി ഈ കറിക്ക് കിട്ടും. റെഡിയായിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കോമ്പിനേഷനാണ് ബീഫ് റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം. ഈ ബീഫ് ഒത്തിരി വെന്തൊടിഞ്ഞൊന്നും പോയിട്ടില്ല. കണ്ട നല്ല കറക്റ്റ് പരുവാണ്. ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. എരിവൊക്കെ നന്നായിട്ടുണ്ട്. കുരുമുളകത്തിൻ്റെ എരിവ് ഇച്ചിരി മുന്നിട്ട് നിൽപ്പുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അപ്പം അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.